റെസ്പെക്ട് പറയും നിങ്ങൾ ഏത് കോടീശ്വരനായാലും വേണ്ടില്ല, ഏത് ധനികനായാലും വേണ്ടില്ല, പറയാനുള്ളത് ആയിക്കോട്ടെ. ഈ വൃത്തികേട് ഇത്രയും കാലം സഹിക്കുന്നില്ലേ? രേണുവല്ല കേട്ടോ ബിഗ് ബോസിലെ ഫയർ അത് ഷാനവാസാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2-3 മണിക്ക് ഇടയിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അതുവരെ ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള ഒരു മനുഷ്യനും ഉറങ്ങിയിട്ടില്ല. റിയാസ് സലീം അവിടെ കാലിന് മുകളിൽ കാല് കയറ്റിയിരിക്കുന്നു, ഇടത്തും വലത്തും ലെസ്ബിയൻ കപ്പിൾസ് ഇരുന്ന് എന്തൊക്കെയോ കേൾക്കുന്നു. അത് കഴിഞ്ഞ് മാറിയിരിക്കുന്നു, അവിടെ ഒണിയൽ വരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിലാഷിന്റെ ഇടയിൽ ഇവരിങ്ങനെ സംസാരിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ചെറിയ ഡ്രാമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഗിസേലിനെ വെച്ചിട്ട് ഒരു ഡ്രാമ, ഒരു പൊറോട്ട് നാടകം. അതായത് അനുമോള് ഉറങ്ങിക്കിടക്കുമ്പോൾ അവളെ ഒന്ന് എണീപ്പിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് ഇവിടെ റിയാസ് സലീം എന്ന് പറയുന്ന കൂത്തറ അവന്റെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് ഈ ബിഗ് ബോസ് കണ്ടവർക്കൊക്കെ കത്തിയിട്ടുണ്ടാവും. പുലരാൻ കാലത്ത് 4-4:30 ആയിരുന്നു ഇപ്രാവശ്യം ബിഗ് ബോസ് ഓപ്പൺ ആകുന്നത്. അതായത് ബെല്ലടിച്ച് മണിയടിച്ച് എല്ലാവരെയും ഉണർത്തിയിട്ട് ആ ടാസ്കിലെ ക്ഷീണം കാരണം കിടക്കുന്ന കുറെ ആളുകൾ സംസാരിച്ചിരിക്കുന്നു. ഇതിനിടയിൽ പുലർച്ചെ റിയാസ് സലീം അത് തുടങ്ങുകയാണ് അവന്റെ വൃത്തികെട്ട പൊറോട്ട് നാടകം. അവന്റെ കമ്മ്യൂണിറ്റിയോട് മാത്രമേ താല്പര്യമുള്ളൂ കേട്ടോ. മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന ഇവന് മറ്റുള്ള ആളോട് ഒരു മനുഷ്യത്വം ഇല്ല എന്നുള്ളതാണ്. ഡയലോഗ് അടിക്കൊരു കുറവില്ല. അങ്ങനെ ഷാനവാസിനെയും അനീഷിനെയും കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള ഒരു പരിപാടി. അതായത് ക്ലീൻ സ്റ്റാഫുകളായിരുന്നു അവര് ഹോട്ടലിലെ. അനീഷ് കൃത്യമായിട്ട് ആ സ്പോട്ടിൽ അവിടെ നിൽക്കുന്നുണ്ട്. അനീഷിന് എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠത ഉള്ളത് കൊണ്ട് തന്നെ ആള് അവിടെ വന്നു നിൽക്കുന്നു. ആ സമയത്ത് ക്ലീൻ ചെയ്യാൻ പറയുകയാണ് നിലം. പറ്റില്ല എന്ന് ഷാനവാസ് പറയുന്നു. കാരണം ഷാനവാസ് എണീറ്റ് യൂണിഫോം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഫ്രഷ് ആവാനുള്ള സമയം വേണമെന്ന് പറയുന്നു. ഈ ഒരു സമയത്ത് റിയാസിന് ട്രിഗർ ആവുകയാണേ. അവന്റെ സ്വഭാവം കാണിക്കുകയാണ്. ഈ ആണുങ്ങളെ കാണുമ്പോൾ അവനൊരു കലിപ്പുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അഖിൽമാരാരുടെ വിഷയത്തിലേക്ക് നമുക്ക് കൃത്യമായി കാണാൻ കഴിഞ്ഞതാണ്. ഇവന്റെ സ്വഭാവം കാണിച്ചു. ഷാനവാസിനോട് ചൂടായി. ഷാനവാസ് പറഞ്ഞു, എന്റെ പൊന്നു മോനെ, എന്നെ കൊണ്ട് കഴിയൂല മോനെ, നീ എത്ര വലിയ കൊമ്പത്തെ രാജാവാണെങ്കിലും എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നു. ഈ ഒരു സമയത്ത് റിയാസ് മാനേജർ ആയിട്ടുള്ള അനുമോളോട് പറയുന്നുണ്ട് ഇവനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നൊക്കെ. അപ്പൊ അനുമോള് കൃത്യമായിട്ട് പറയുന്നുണ്ട് അയാള് ഡ്രസ്സ് മാറിയിട്ടില്ല, ഫ്രഷ് ആയി വന്നിട്ട് പോരെ എന്നുള്ളത്. അപ്പൊ അനുമോളെയും തള്ളി മാറ്റുകയാണെന്നുള്ളതാണ്. പിന്നീട് നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കാണാം. ഇത്രയും കാലം ഈ വൃത്തികേട് സഹിച്ചില്ലേ? ഈ കൂടുതൽ വൃത്തികേടാണോ? ഇതാണോ അനീഷ് വൃത്തികേടാണോ? ആ വൃത്തികേട് സഹിച്ചില്ലേ എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? ആ വൃത്തികേട് സഹിച്ചില്ല മത്ലബ് ഏത് വൃത്തികേട് സഹിച്ചില്ല ഇത്രയും കാലം? പറയൂ, തെളിച്ചു പറയൂ. ഏത് വൃത്തികേട്? ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വന്ന ഒരു ഗസ്റ്റ്, ലാലേട്ടനെ തന്നെ കൂട്ടിക്കോ. ലാലേട്ടൻ ഏതെങ്കിലും ഒരു 5 സ്റ്റാറിൽ ഗസ്റ്റ് ആയിട്ട് പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം അവിടെയുള്ള മാനേജറെ എന്തെങ്കിലും പറയുന്നത് പോലെ അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളോടും നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയും. മാനേജറോട് ചിലപ്പോൾ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതൊന്ന് ക്ലീൻ ആക്കാൻ പറയുമോ എന്ന് പറയാം. നേരെ തിരിച്ച് അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് പോയിട്ട് ഇത് ക്ലീൻ ആക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള വേസ്റ്റ് മുഴുവൻ അവിടെ വാരി വിതറി കളഞ്ഞാല് ആ സ്റ്റാഫ് എന്താ ചെയ്യുക? മുഖം അടിച്ച് ചിലപ്പോൾ തിരിച്ചെന്ന് വരും. അപ്പോൾ ലാലേട്ടനൊക്കെ ആ ഒരു പ്രകൃതമാണോ ചോദിക്കുകയാണ്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് ഇങ്ങനെയാണ് പെരുമാറുക? അല്ല, അവിടെയുള്ള എല്ലാവരെ കൊണ്ടും പണിയെടുപ്പിക്കുകയാണെന്നുള്ളതാണ്. വൃത്തികെട്ട രീതിയിലുള്ള ഒരു പ്രൊവോക്കേഷനാണ് ആളവിടെ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം. ഷാനവാസ് കൃത്യമായി പറഞ്ഞു, നീ നിന്റെ പണി നോക്കടാ, നീ പറയുന്നത് ചെയ്യാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്, എനിക്കിവിടെ ഒരു അതോറിറ്റി ഉണ്ട്, എനിക്കൊരു മാനേജർ ഉണ്ട്, ആ മാനേജർ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ, നീ പറഞ്ഞാൽ ചെയ്യാൻ ഞാൻ നിന്റെ ആരാടാ? ഈ ഒരു ചോദ്യം ഷാനവാസ് അങ്ങ് ഫയറായി. ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് റിയാസ് ഭയങ്കരമായിട്ട് തകർന്നു. റിയാസിന്റെ വാലായി പിടിച്ചു നിന്നിരിക്കുന്ന നമ്മുടെ അതിലൊക്കെ എന്താ സ്വർഗം കിട്ടിയ പോലെ റിയാസ് വന്നപ്പോൾ എന്തോ LGBTQന്റെ എന്തൊരു വലിയ സംഭവം വന്നു എന്ന രീതിയിലൊക്കെയാണ് അവർ പെരുമാറിയിരുന്നത് എന്നുള്ളതാണ്. അവരും ചേർന്ന് ബഹളം വെക്കുക. പക്ഷെ എല്ലാത്തിനും അണ്ണാക്കിൽ പിരിവെട്ടിക്കുന്നത് പോലെ അങ്ങ് 4 ഡയലോഗ് അടിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അയാൾ വസ്ത്രമൊക്കെ മാറി വന്നതിന് ശേഷം ക്ലീനിങ്ങിലൊക്കെ പങ്കുചേർന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേനും റിയാസ് വലിച്ചെറിയിരുന്ന പോലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ തനി ഊളാന്നല്ലത് എന്ത് പറയാനാ. ഇങ്ങനെ നോക്കിയിട്ട് മുതലാളിയുടെ മകളെ തീർച്ചയായിട്ടും മുതലാളിയുടെ മകളായിട്ട് വന്നിട്ട് വൃത്തികേടുകൾ അവിടെ കാണിച്ചു എന്ന് ആ ഒരു സ്റ്റാഫിന് പറഞ്ഞാൽ അത് അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം താഴെ കിടക്കുന്ന ആളുകളെയൊക്കെ ക്ലീനിങ് സ്റ്റാഫ് ആയിട്ടാണല്ലോ ഇവിടെ ആളുകൾ വെക്കുക. അപ്പൊ അവർക്ക് ഇത് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. എന്ത് വൃത്തികേടുകളാണ് കാണിച്ചിരുന്നത്? ഭക്ഷണത്തിൽ ഉപ്പിടുന്നതും പ്രാങ്കാണെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൂട്ടുന്നതും ഊളത്തരങ്ങാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ LGBTക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ ആ ഒരു ഹോട്ടൽ പ്രോഗ്രാം വെച്ചിട്ടുള്ളത്? അല്ല, അവിടെ ഒരു ടാസ്ക് വെക്കുമ്പോൾ ആ ടാസ്കിൽ ഇതാ ലെസ്ബിയൻ കപ്പിൾസിനെ ഒന്നിപ്പിക്കുന്ന കാര്യമാണ് പറയേണ്ടത്.
ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. റിയാസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈ ഒരു പരിപാടിയിലേക്ക് കയറി വന്നതിന്റെ ആ ഒരു നിമിഷം മുതൽ നൂറ ആദില വിഷയം കത്തി നിൽക്കുകയാണെന്നുള്ളതാ. നൂറയോടും ആദിലയോടും ഇഷ്ടമുണ്ടായിരുന്ന ആളുകൾക്ക് പോലും വെറുപ്പ് തോന്നുന്നു എന്നുള്ളതാണ്. അതിൽ നൂറയെ ഞാനങ്ങ് മാറ്റിവെക്കുന്നു. കാരണം നൂറക്ക് കുറച്ചെങ്കിലും സിമ്പതിയും എമ്പതിയും ഉള്ളതായിട്ട് ഇപ്പോ 2 ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട്. പല വിഷയങ്ങളിലും അവരെടുക്കുന്ന നിലപാടിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും വലിയ രീതിയിലുള്ള മണ്ടത്തരങ്ങളും വിളിച്ചു പറയുന്നത് അത് ആദിലയാണ്. ആദില കറക്റ്റ് എക്സ്പോസ് ആയി എന്നുള്ളതാണ്. റിയാസ് സലീം അവിടെ വന്നതിന് ശേഷം അവർക്ക് തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുകയാണ്. നൂറയെയും ആദിലയെയും തമ്മിൽ ചേർക്കാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സത്യം പറയട്ടെ അകറ്റാൻ വേണ്ടി വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നിങ്ങൾ ബിഗ് ബോസിൽ വന്നിട്ടുള്ളത് നിങ്ങൾ LGBT റെപ്രസെന്റേറ്റ് ചെയ്തിട്ടാണ്. ഈ ലോകം മുഴുവൻ LGBT ആളുകളെ കൊണ്ട് നിറയണം എന്ന തെറ്റായ ഒരു സന്ദേശം അവർക്ക് കൊടുത്തതുപോലെ. കാരണം റിയാസ് വന്നതിന് ശേഷവും ശോഭയുടെ സംസാരം കേട്ടതിന് ശേഷവും ആദിലയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങൾ തന്നെ എല്ലാവരോടും പുച്ഛം എന്ന രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ലക്ഷ്മിക്ക് LGBT താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നീ പോയി പണി നോക്ക് എന്ന് പറയുന്നതിന് പകരം അവരുടെ അടുത്ത് ബഹളം വയ്ക്കാൻ പോകുന്നു. മറ്റുള്ള ആളുകളോട് എന്തോ ഒരു വൈരാഗ്യമുള്ളതുപോലെ പെരുമാറുന്നു. കൃത്യമായിട്ട് അവളുടെ സുന്ദരമായ മുഖം വികൃതമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അവളുടെ യഥാർത്ഥ സ്വഭാവം മുഖത്ത് പ്രതിഫലിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ റിയാസിനെ പോലുള്ളവർ അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ബാക്കിയുള്ള മനുഷ്യന്മാർ നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കില്ലേ? ഞാൻ ആണുങ്ങളുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് മാത്രം സംസാരിക്കും, ആണുങ്ങളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയിരിക്കും? അതുപോലെ സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ അവരെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ ഇവർക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദിക്കോ? നമ്മളൊക്കെ ഇവിടെ കമ്മ്യൂണിറ്റി പെട്ടിട്ടാണ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ആദിലെ നൂറയും നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നെവിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കഴിഞ്ഞ സീസൺ 5ാമത്തെ സീസണിൽ വന്ന കണ്ടസ്റ്റന്റിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തത് അവരുടെ കമ്മ്യൂണിറ്റി പെട്ടിട്ടല്ല, മാനുഷിക മൂല്യം കൊണ്ടും അവരുടെ ഗെയിം കണ്ടിട്ടുമാണ്. നമ്മളാരും കമ്മ്യൂണിറ്റി നോക്കിയാൽ ആൾക്കാരെ സ്നേഹിക്കുന്നതും തെരഞ്ഞെടുക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വ്യക്തികളുടെ നിലവാരം നോക്കിയിട്ടാണ്. ബിഗ് ബോസിന്റെ കേസിലാണെങ്കിൽ അവരുടെ ഗെയിമിനെ നോക്കിയിട്ടാണ്. അല്ലാതെ അവർ ഏത് കമ്മ്യൂണിറ്റി പെട്ടതാണെന്ന് നമ്മൾ നോക്കാറില്ല. മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. ആണോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ, ഏത് ജെൻഡർ ആയിക്കോട്ടെ, മനുഷ്യൻ എന്നുള്ള കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ റിയാസിനെ പോലുള്ള ചിലരുടെ പരിപാടി എന്നറിയോ? അവരുടെ കമ്മ്യൂണിറ്റി അവരുടെ ആൾ. ഇവൻ അത് ആദിലേക്ക് വരെ ഉണ്ടത്. ആദിലെ നൂറയൊക്കെ റിയാസിനെ കണ്ടപ്പോൾ എന്ത് സന്തോഷമായിരുന്നു, ഞങ്ങളുടെ ആൾ വന്നേന്ന്. ആ രീതിയിൽ ഇത് തന്നെയാണ് നെവിനും എന്റെ ആൾ വന്നല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ബാക്കിയുള്ളവർ നിങ്ങളുടെ ആരുമല്ലേ? അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവര് LGBT ഒരു വലിയ എന്തോ സംഭവമാക്കി മാറ്റുകയും മറ്റുള്ള കമ്മ്യൂണിറ്റി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒന്നുമല്ല, അവരൊക്കെ മാറ്റി നിർത്തണം എന്ന രീതിയിലാണ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ ഇന്നതാണ് എന്ന് പറയേണ്ട ഒരവസ്ഥ. ഇതിനെ നോർമലൈസ് ചെയ്യണം എന്ന് പറഞ്ഞ റിയാസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാണ് ഇതിനെ അബ്നോർമലൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആണിവിടെ പെണ്ണിവിടെ ഞങ്ങൾ ഇത് എന്ന് പറയുന്നത് റിയാസാണ്. റിയാസ് വന്നതോടുകൂടി ആദിലയ്ക്കും നെവീനും നൂറക്കും പൊട്ടന് ലോട്ടറി അടിച്ച ഒരു ഫീല് കിട്ടി എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് മനസ്സിലാവാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. നേരെ തിരിച്ച് നിങ്ങളെ എതിർക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. നെവിനെ ആദില വന്ന് ഒന്ന് കമ്പനി അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഒരുമിച്ച് നിർത്തിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൽ ആദില കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നെവിന്റെ അടുത്ത് പോയിട്ട് പറയുന്ന കാര്യമുണ്ട് കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട്. ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ക്ലാസ് എടുക്കാനാണ് ഇനി മുതൽ നെവിൻ ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ. അങ്ങനെ ഇത്രയും വലിയൊരു പ്രോഗ്രാമിലൂടെ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് മഹാവിഡ്ഢിത്തരവും മണ്ടത്തരമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങളെ ഇഷ്ടമല്ലാത്ത ആളുകളുടെ എണ്ണം അത് ക്രമാതീതമായിട്ട് കൂടുന്നുണ്ട്. നെവിന്റെ തമാശകൾ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോ 3 ദിവസമായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു മുഖമുണ്ട് ഈ ഒരു മനുഷ്യന്. ഒരുപാട് ആളുകൾ ഇതിനോട് അലിഗേഷൻ പറഞ്ഞു വന്നിട്ടുണ്ട്. ഷാനവാസിനെ പിടിച്ചതും സാബു മോനോടുള്ള പ്രവൃത്തിയും അതേപോലെ തന്നെ പുറത്തുപോയ പ്രവീണിനോടുമൊക്കെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള സമീപനം നടത്തി എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് LGBT കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വരുന്ന ഒരു മാറണം. നിങ്ങൾ കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിക്കണം. കമ്മ്യൂണിറ്റി ഒക്കെ നല്ല തന്നെയാണ്. ഇവിടെ പുരുഷന്മാരെല്ലാം ചേർന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി വെച്ചിട്ടില്ല, സ്ത്രീകളെല്ലാം ചേർന്ന് ഉണ്ടാക്കി വെച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടായതിന്റെ കാരണം നിങ്ങൾ ഒരുപാട് വിവേചനങ്ങൾ നേരിട്ടതുകൊണ്ടാണ്. പക്ഷേ അതിനർത്ഥം നിങ്ങളുടെ ആൾക്കാരോട് ഒരു പ്രത്യേക താല്പര്യമൊന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള മനുഷ്യർ അങ്ങനെ ചിന്തിക്കില്ലേ? നിങ്ങൾ LGBT ആണ് അല്ലെങ്കിൽ നിങ്ങൾ വേറെ കമ്മ്യൂണിറ്റി ആണെന്ന് മറ്റുള്ള മനുഷ്യർ ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വീണ്ടും നിങ്ങൾ മാറ്റി നിർത്തപ്പെടില്ലേ? അപ്പോൾ റിയാസിനെ പോലുള്ളവർ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടാണെന്ന് സ്ഥാപിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രം അവർക്ക് ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുവരിക. നിങ്ങൾ മറ്റുള്ള മനുഷ്യരെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ആൾക്കാർ ഇവിടെ വെറുപ്പിച്ച് മര്യാദയോടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ കൂടെ വഴിതെറ്റിക്കുന്ന രീതിയിലല്ല പോകുന്നത്. എല്ലാത്തരം മനുഷ്യരുമായിട്ട് ഇടപെടാൻ പഠിക്കണം. റിയാസ് പറയുന്നത് ഇതിനകത്ത് പലരുമായിട്ട് റിയൽ ലൈഫിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ്. ഷാനവാസ് റിയൽ ലൈഫിൽ ഇയാളെ പിടിച്ച് കടിച്ചോ? ആലോചിക്ക്, അനിമോൾ ഇയാളെ പിടിച്ച് കടിച്ചോ? അവർക്ക് ഒരു ഗെയിം കളിക്കാൻ പോയി അവിടെ അതിജീവിക്കാൻ വേണ്ടി പലതും പറയുന്നു, പലതും ചെയ്യുന്നു എന്നതിനപ്പുറം റിയൽ ലൈഫിൽ ആരും പോയി ഉപദ്രവിക്കുന്നില്ല. പക്ഷേ ഇയാൾ പറയാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇയാൾ എന്നിട്ട് പറയുന്നത് ഇയാളുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ഇയാളുടെ പരിചയക്കാർ മാത്രമാണ് നല്ലവർ, ബാക്കി എല്ലാവരും മോശമാണെന്നാണ്. ഇത് തന്നെയാണ് റിയാസ് പറയാണ്ടയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മിയെ പുറത്തുനിന്ന് കണ്ടാൽ മൈൻഡ് പോലും ചെയ്യരുത് എന്നുള്ളത്, ഷാനവാസിനെ മൈൻഡ് പോലും ചെയ്യരുത് എന്നുള്ളത്, നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ മതി എന്നുള്ളത്, അവിടെ നമ്മളെന്നും നിങ്ങളെന്നും വേർതിരിവ് ഉണ്ടാക്കിയത് റിയാസ് എന്ന് പറയുന്ന ആ ഒരു മണകുണാഞ്ചൻ തന്നെയാണ് എന്നുള്ളത്. ഓക്കെ, ആദില, നൂറ, നെവിൻ ഇവർക്ക് നിങ്ങൾ വോട്ടുകൾ കൊടുക്കുമോ ചോദിക്കുകയാണ് ഞാൻ. കാരണം
ഇവര് ഈ ഒരു സമൂഹത്തിലേക്ക് തരാൻ പോകുന്ന മെസ്സേജ് അതൊരു തെറ്റായ മെസ്സേജാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ തെറ്റായതെന്ന് പറയുന്നത് വെച്ചാൽ എനിക്കത് തെറ്റായിട്ടാണ് തോന്നുന്നത്. കാരണം എൻ്റെ മക്കളോ എൻ്റെ പെങ്ങന്മാരോ എൻ്റെ വീട്ടിലുള്ള ആരും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാതിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് എല്ലാ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് ഞാൻ. എല്ലാ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഇവരെ താല്പര്യമില്ലാത്ത 99% ആളുകൾ. ഈ വീഡിയോ കാണുന്ന മാതാപിതാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത്തരം വീഡിയോസ് വരുമ്പോൾ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെ ഒരുപാട് ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെ ഒരു നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ ചുംബനങ്ങളാണെങ്കിലും ഇവർ പ്രൊപ്പോസ് ചെയ്യുന്ന സീനുകളാണെങ്കിലും ഇതൊക്കെ നിങ്ങളുടെ കുട്ടികളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ എനിക്കൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാം എന്നുള്ള ആ ഒരു തെറ്റായ ഒരു ചിന്താഗതിയാണെന്നുള്ളതാണ്. ഇത് മനസ്സിലുള്ളതാണ്, രക്തത്തിലുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് അത് പകരില്ല എന്ന് പറയുന്നതും വലിയ വിഡ്ഢിത്തരാണെന്നുള്ളതാണ്. ഇത് പതുക്കെ പതുക്കെ ഒരു വൈറസ് എന്നോണം നമ്മുടെ മക്കളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇവിടെ ഷാനവാസ് എടുത്ത നിലപാടുണ്ടല്ലോ, നീ പോയി പണി നോക്കടാ എന്നുള്ള ആ നിലപാട്, അതേ കാര്യം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. നീയൊക്കെ പോയി പണി നോക്കടാ എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങൾ ഹനിക്കാനോ ആ വിശ്വാസങ്ങൾക്കകത്തേക്ക് കയറി വന്ന് തുരങ്കമുണ്ടാക്കാനോ ശ്രമിക്കാതിരിക്കുക. പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സത്യപ്പെടപ്പോൾ സൈനിങ് ഓഫ്.